ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് അടുത്തൊരു ഫ്രീ എയർ ഡ്രോപ്പ് കിട്ടാനായിട്ട് പോവാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത് നോട്ട് കോയിൻ്റെ എയർ ഡ്രോപ്പിനെ കുറിച്ചാണ്. മാസങ്ങൾക്ക് മുന്നേ നമ്മൾ നോട്ട് കോയിൻ്റെ എയർ ഡ്രോപ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ടെലഗ്രാം ബോട്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് അതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഭൂരിഭാഗം ആളുകളും അത്യാവശ്യം നല്ല രീതിയിൽ നോട്ട് കോയിൻസ് ഏൺ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോട്ട് കോയിൻ ക്ലെയിമിങ്ങിന് മുന്നേ നമ്മുടെ ടെലഗ്രാം വാലറ്റിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യാനായിട്ടുണ്ട്. അതെങ്ങനെ ചെയ്യണമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആളുകളുണ്ട്, തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോൻ്റെ ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ കടക്കാം. നേരത്തെ നോട്ട് കോയിൻ്റെ ടീം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവരുടെ ലിസ്റ്റിംഗ് വരുന്നത് ബിറ്റ് കോയിൻ ഹാവിങ്ങിൻ്റെ അതേ സമയത്ത് തന്നെ, അതായത് ഏപ്രിൽ 20 ആയിരുന്നു എന്നായിരുന്നു. പക്ഷേ ഇന്ന് അവർ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് അവരുടെ ട്വിറ്ററിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റാണ് അവരുടെ ട്വിറ്ററിൽ അവർ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഒരു പക്ഷേ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 20 മുന്നേ ചിലപ്പോൾ ലിസ്റ്റിംഗ് ഉണ്ടാകും എന്നായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ 20 തന്നെയായിരിക്കും അവർ ലിസ്റ്റിംഗ് നടത്താനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ലിസ്റ്റിംഗ് നടക്കുന്നതിനോടനുബന്ധിച്ച് അവരവരുടെ ടോക്കണോമിക്സും കാര്യങ്ങളൊക്കെ പുറത്തു വിട്ടിട്ടുണ്ട്. നേരത്തെ മൈൻ ചെയ്തതിൽ നിന്ന് എല്ലാവർക്കും കുറച്ച് റിഡക്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് അവരുടെ ടോക്കണോമിക്സ് അവർ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ്. സോ ആ വാർത്തയും കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ഓൾറെഡി ടെലഗ്രാം ഗ്രൂപ്പിലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടോട്ടൽ നോട്ട് കോയിൻ്റെ സപ്ലൈ എന്ന് പറയുന്നത് ഏകദേശം 102 ബില്യനാണ്. അതിൽ ഏകദേശം 80 ബില്യണോളം കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇപ്പം ലിസ്റ്റിംഗ് അനൗൺസ് ചെയ്തിട്ടുള്ള മേജർ എക്സ്ചേഞ്ചുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ OKX എക്സ്ചേഞ്ച്, അതുപോലെ തന്നെ ബൈബിറ്റ് എക്സ്ചേഞ്ചുമാണ്. ഹോപ്പ്ഫുള്ളി അവർ വരും ദിവസങ്ങളിൽ കുറച്ചും കൂടെ എക്സ്ചേഞ്ചുകളിലേക്കൊക്കെ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പ്രൈസ് കുറച്ചും കൂടെ മേലേക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ബൈനാൻസ് ലിസ്റ്റിങ്ങും കാര്യങ്ങളൊന്നും ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. ബൈനാൻസിൽ ടോൺ കോയിൻ പോലും ഇതുവരേക്കും ലിസ്റ്റ് ചെയ്തിട്ടില്ല. മേ ബി ടോണൊക്കെ ലിസ്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നോട്ട് കോയിൻ ലിസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ വരാനുള്ള പോസിബിലിറ്റി കൂടുതൽ. അതുപോലെ തന്നെ ടോൺ എക്കോസിസ്റ്റം ഈ വരുന്ന ബുൾ റണ്ണിൽ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യും എന്ന് ഞാൻ കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ വരുന്ന ഒരു മീം കോയിൻ ആയിട്ടുള്ള നോട്ടിലും ഒരു പക്ഷേ നമുക്ക് ഒരു നല്ല രീതിയിലേക്കുള്ള ഒരു പ്രൈസ് പമ്പും കാണാനായിട്ട് പറ്റിയേക്കാം. അതുപോലെ തന്നെ ഇനി നമ്മൾ നമ്മുടെ ടെലഗ്രാം വാലറ്റ് ഈ ഒരു നോട്ട് കോയിൻ ക്ലെയിം ചെയ്യാനും അതുപോലെ തന്നെ എക്സ്ചേഞ്ചിലേക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ നമ്മുടെ ടോൺ വാലറ്റ് സെറ്റപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം വാലറ്റിൻ്റെ ബോട്ട് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. ബോട്ടിൻ്റെ ലിങ്ക് ഇതാ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ കിടപ്പുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ @വാലറ്റ് എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ബോട്ട് കിട്ടുന്നതായിരിക്കും. സോ ജസ്റ്റ് നമ്മൾ ടെലഗ്രാമിൽ വരിക, അതിനുശേഷം നമ്മുടെ ആ ഒരു @വാലറ്റ് എന്നുള്ള ഒരു സിമ്പലിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് വരുന്ന ഇൻ്റർഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഏകദേശം ഇതുപോലെയായിരിക്കും. ഓക്കെ, നമ്മുടെ ടെലഗ്രാം വാലറ്റിൻ്റെ ബോട്ട് നമുക്കിവിടെ ഇപ്പോൾ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്റ്റാർട്ട് എന്ന് എഴുതിയിട്ടുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാണ് വേണ്ടത്. സ്റ്റാർട്ട് കൊടുത്തു കഴിയുമ്പം നമുക്കിവിടെ ഓപ്പൺ വാലറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ എഗ്രി ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ടെലഗ്രാമിലെ ടോൺ വാലറ്റ് ഓപ്പണായി വരുന്നതായിട്ട് നിങ്ങൾക്കിവിടെ കാണാനായിട്ട് പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കിവിടെ ക്ലെയിം ചെയ്യാനായിട്ട്, അതായത് നമ്മുടെ നോട്ട് കോയിൻ ക്ലെയിം ചെയ്യാനായിട്ട് നമുക്കിവിടെ ടോണാണ് വേണ്ടത്. അത് നമ്മുടെ വാലറ്റിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ഒരു വാലറ്റിലേക്കല്ല നമ്മുടെ ടോൺ കോയിൻ സെൻഡ് ചെയ്യേണ്ടത്. അത് കൊണ്ടുവരേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടോൺ സ്പേസ് ബീറ്റ എന്ന് പറഞ്ഞിട്ടുള്ള വാലറ്റിലേക്കാണ്. എങ്ങനെയാണ് നമ്മുടെ ടോൺ സ്പേസ് ബീറ്റ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ ഓപ്പണായി വരുന്ന വാലറ്റിൽ ലെഫ്റ്റ് സൈഡിൽ സെറ്റിങ്സിൻ്റെ ഒരു സിമ്പിൾ കാണാനായിട്ട് പറ്റും. ആ സിമ്പിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ടോപ്പിൽ തന്നെ ഷോ ടോൺ സ്പേസ് ബീറ്റ എന്നുള്ള ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. ജസ്റ്റ് അത് ഓണാക്കി ഇടുക. അത് ഓണാക്കി കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ വാലറ്റിലേക്ക് തിരിച്ചു വരുമ്പോൾ അവിടെ ടോൺ സ്പേസ് ബീറ്റ വാലറ്റ് കാണാനായിട്ട് പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് എക്സ്പ്ലോറിങ് ടോൺ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നിങ്ങളുടെ പുതിയൊരു വാലറ്റ് അവിടെ ടോൺ സ്പേസ് വാലറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം നിങ്ങളുടെ സീഡ് ഫേസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതി വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ടോൺ സ്പേസ് ബീറ്റ വാലറ്റിൻ്റെ അഡ്രസ്സ് കോപ്പി ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ നിന്ന് അറ്റ്ലീസ്റ്റ് $1 വർത്തായിട്ടുള്ള
ടോൺ കോയിനെങ്കിലും നിങ്ങൾ സെൻഡ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ ഉപയോഗിച്ച എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോബി ഗ്ലോബലാണ്. ഹോബി ഗ്ലോബലിൽ നിന്ന് എനിക്ക് അത്യാവശ്യം ഫാസ്റ്റായിട്ട് തന്നെ ഇങ്ങോട്ട് ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. സോ ഇത്തരം കാര്യങ്ങൾ നിങ്ങളിപ്പം ചെയ്തു വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവരുടെ ക്ലെയിമും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്തായാലും ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ക്ലെയിം ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ നോട്ട് കോയിൻസൊക്കെ ഏതെങ്കിലും ഒരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലേക്ക് അയച്ചിട്ട് അവിടുന്ന് സെല്ല് ചെയ്യാനൊക്കെ പറ്റുന്നതായിരിക്കും. സോ നിങ്ങൾ നോട്ട് കോയിൻ മൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ മറക്കാതെ ചെയ്തു വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ നോട്ട് കോയിൻ ലിസ്റ്റ് ആവുന്ന സമയത്ത് എല്ലാവർക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.